ഹായ് ഹലോ അസ്സലാമലൈക്കും. റോസ്ലിയ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചുമ്മാ അങ്ങനെ പറഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അതിന് ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഗിയർ വയർ എടുത്തിട്ടുണ്ട്, ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്, ബ്രേസ്ലെറ്റിൻ്റെ ഹുക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീഡ്സും പിന്നെ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ മേക്കിംഗ് ക്ലാസ്സിനെ കുറിച്ചും കൂടെ പറഞ്ഞിട്ട് അങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു കുട്ടികളുടെ സൈസിലാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയല്ലേ, അപ്പോൾ അവർക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാനൊക്കെ നമുക്ക് ഫാൻസിയിൽ നിന്നൊക്കെ വില കൊടുത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ, അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനുള്ള ഗിയർ വയർ എടുത്തിട്ട് അതിലേക്ക് എൻ്റെ ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഒരു ഗിയർ ലോക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് അറ്റത്തേക്കാക്കിയിട്ട് അവിടെ ഒന്ന് പ്ലെയർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ കിടന്നോളൂ. അത് പിന്നെ ഒന്നും ആവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ഒന്നും ചെയ്യില്ല കേട്ടോ. ആ കറക്റ്റിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ചിലർക്കൊന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല, അപ്പോൾ കറക്റ്റായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ബീഡ്സ് കൊടുക്കേണ്ടതാണ്. ഞാൻ ഓരോ ലെയറിലായിട്ട് 20 ബീഡ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെയൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയാം. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 2 ക്ലാസ്സും കൂടെ ഉള്ളൂ. റെക്കോർഡഡ് ക്ലാസ്സാണ്. പിന്നെ കുറച്ച് ഗൂഗിൾ മീറ്റിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വഴിയായി പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫാൻസിയിൽ നിന്നൊക്കെ കുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് അവർക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് അല്ല, അവർക്ക് സന്തോഷമാവും. അതെൻ്റെ ഉമ്മ ഉണ്ടാക്കിയല്ലേ, അമ്മ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു സന്തോഷമാവുമല്ലോ. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്, ഒരുപാട് ഐറ്റംസുകൾക്ക് അവർക്ക് മാല, വള, കമ്മൽ, പാസരമൊക്കെ നമുക്ക് വേണ്ടി വരും. എന്തായാലും സ്വർണ്ണത്തിനൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫാൻസി ഐറ്റംസുകൾ തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കലുണ്ടാവുക. അപ്പം ഒന്നുകിൽ നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിലിരുന്നായിട്ട് ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ രാവിലെ 9:30 നമ്മൾ ഒരു ഷോപ്പിലൊരു പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 9:30 പണി കഴിച്ചിട്ട് നമ്മൾ എന്തായാലും ഷോപ്പിൽ എത്തേണ്ടി വരും. വൈകുന്നേരം 5 മണി വരെ അല്ലെങ്കിൽ രാത്രി വരെ നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു 350-400 രൂപയാണ് കിട്ടുക. പക്ഷേ ഇത് നമ്മൾ വീട്ടിലിരുന്നായിട്ട് തന്നെ നമ്മൾ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ആളുകൾക്ക് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മറ്റൊരാളെ കുത്തുവാക്കോ ഒന്നും കേൾക്കണ്ട, നമ്മൾക്ക് നമ്മളെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം, നല്ല നല്ല മോഡൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട് നമ്മൾ ക്ലാസ് മാത്രമല്ല എടുത്ത് കൊടുക്കുന്നത്, അത് മാർക്കറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ വീട്ടിലിരുന്നാകുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ വഴി ആയിരിക്കുമല്ലോ സെയിലാക്കുന്നുണ്ടാവുക. നമുക്ക് ഷോപ്പില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് എന്തായാലും സോഷ്യൽ മീഡിയ വഴി ആയിരിക്കും. അപ്പോൾ വാട്സപ്പിൽ എങ്ങനെയാണ്, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതികളെ കുറിച്ചിട്ട് നമ്മൾ ഗൂഗിൾ മീറ്റിൽ വഴിയാണ് നമ്മൾ ക്ലാസ് ലൈവായിട്ടാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ നമ്മളൊരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടുതൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ 350 രൂപയാണ് ഫീസ് വരുന്നത്. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ CE മാർക്കൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ബീഡ്സ് വർക്കിൻ്റെ ശാസ്ത്രമേളക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്കും കൂടി അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കതൊരു ഉപകാരപ്പെടും. ശാസ്ത്രമേളക്കൊക്കെ ബീഡ്സ് വർക്കിൽ ഇതുപോലെ മാല, വള, കമ്മൽ ഇതൊക്കെ ഉണ്ടാക്കാനായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അതിനാദ്യം നമ്മൾ ഇതൊക്കെ പഠിച്ച് എടുക്കണം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. എന്നാണ് ക്ലാസ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് ഫാൻസി ഐറ്റംസുകളൊക്കെ റീസെല് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇതൊന്നും പറ്റില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസുകൾ റീസെല് ചെയ്ത് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല നല്ല റോസ് ഗോൾഡിൻ്റെ ഐറ്റംസുകളും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസുകളൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഇലാസ്റ്റിക് ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ. ഇതാവുമ്പോൾ കുട്ടികൾക്ക് കംഫർട്ടായിരിക്കും, കാരണം ഹുക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഇലാസ്റ്റിക് ആയതുകൊണ്ട് വലിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.